നമസ്കാരം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് നോക്കാനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കാതയിൽ കടുക്കനിട്ടേക്കുന്നതും എൻ്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്നാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്. എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മയിലക്കൊമ്പിലാണ് വീട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട്, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോർത്ത്, ഞാൻ ഓർത്തേ കാക്കാനാന്നോർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ, തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാർ കീഴടക്കി. ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറഞ്ഞ് ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു മതിലപ്പുറം, അതായത് ഒരു ഭിത്തിക്കപ്പുറം താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇന്നും രാവിലെ കഴിച്ചിട്ട് പോയ ഞാൻ മനുഷ്യനാണ് ഞാൻ. എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. കുട്ടിക്കാലത്ത് എല്ലാ നബിദിന റാലിക്കും ഒരുപോലെ അവരുടെ കൂടെ ഒപ്പം പോയി ഒരുപോലെ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. എൻ്റെ സഹോദരതുള്ളിലായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ കൊണ്ടു കിടക്കുന്ന ഷനൂഫുക്ക, ആ ഷനൂഫുക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കുളിച്ചുറങ്ങി അവിടെ താമസിച്ച് ജീവിക്കുന്ന, ഒരു കുടുംബം പോലെ ജീവിക്കുന്ന എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ അത്തരം ഒരു കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കി ആരോടും ഞാൻ സൗഹൃദം കൂടിയിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ദഫ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ദഫ് കളിക്കാനായിട്ട് സ്കൂളിൽ ദഫ് ടീമിൽ ചേരുകയും അതുപോലെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് വരെ പോയി ദഫ് കളിച്ച ഒരാളാണ് ഞാൻ. അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിതം തന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. കാരണം ഞാൻ മലയാളം ആൽബം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വർക്കുകളെല്ലാം തന്നിരുന്നത് മുസ്ലിംസാണ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. കൊല്ലം ഷാഫിക്കൊക്കെ കൈ വിടാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇന്നും ഇപ്പോഴും ഈ നിമിഷവും. അങ്ങനെയുള്ള എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. അയാൾ പറഞ്ഞ വർത്താനം, നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നെങ്കിലേ ഇവന്മാരെ നേരിടാൻ പറ്റുള്ളൂ. എന്താവശ്യത്തിന് നേരിടുന്നു? ഇവിടെ എന്തായാലും മാത്രം സംഭവിച്ചിട്ടുള്ളൂ, എനിക്ക് മനസ്സിലായില്ല. അതിന് മാത്രം ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് മനസ്സിലായില്ല. തീർച്ചയായിട്ടും വലിയ ഭയവും വലിയ ദുഃഖവും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും. ശരിക്കും പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്താ പറയുക, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പണ്ട് സ്കൂളിൽ പ്രതിജ്ഞയൊക്കെ ചൊല്ലി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്കുക തന്നെ വേണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം, നമ്മൾ വളർന്നു വരുന്ന നമ്മളുടെ മക്കളിലേക്കെങ്കിലും ഇത്തരം വിഷം കുത്തിവെക്കുന്ന ആളുകളെ മക്കളുടെ അടുത്ത് നിന്നെങ്കിലും നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിലപ്പം വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പേടിക്കുന്നു.